ശ്രീ വിനോദിക്കര ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ബെന്നിമുട്ട് വന്ന ഒരാൾ താങ്കൾ ചതിയനാണെന്നും അല്ലെങ്കിൽ അതിൽ എന്തോ നിങ്ങൾ ആരെയോ പാവപ്പെട്ടവരുടെ വണ്ടി ഇടിച്ച് മോശമായ നിലകളിൽ എന്തോ അവർ ഹോസ്പിറ്റലിലാവുകയും ചെയ്ത് അവർക്കെന്തോ സാമ്പത്തിക വാഗ്ദാനം നൽകി നിങ്ങൾ ചെയ്യാതെ കടന്നുപോയി, ചെയ്യാതെ ഗൾഫിലേക്ക് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയും എളുപ്പം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള വിവരങ്ങളിലൂടെ പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതിട്ടേക്കുന്നുണ്ട്. അതിൻ്റെ കുറിച്ച് വേറെ എന്താണെന്ന് അറിയാൻ ഒന്ന് പറയാമോ? അത് അറിയാൻ എന്ന് വിചാരിച്ചാണ് ഞാൻ വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലായിരുന്നു, ഒരു മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ വർക്കിനോടനുബന്ധിച്ച് ഞാൻ ചെങ്ങന്നൂരുള്ള പാട്ടുപെട്ടി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ വന്നതാണ്. ഒരു ദിവസത്തെ റെക്കോർഡിങ് കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചയോടുകൂടി 2 മണി കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ സുഹൃത്തോട് വാഹനത്തിൽ യാത്ര ചെയ്തു ചെങ്ങന്നൂർ ടൗണിലോട്ട് ഇറങ്ങുന്ന പാട്ടുപെട്ടിയിൽ നിന്നും ചെങ്ങന്നൂർ ടൗണിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ബിനോയ് ബ്രദർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബൈക്കിൽ വരികയും എൻ്റെ വാഹനം അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യുകയും ചെയ്തു. അവർ പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്തു. അത് കണ്ടു നിന്ന ആൾക്കാർ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ ഉടനെ അവരെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ പുറകെ അവരുടെ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം അവിടുത്തെ കാര്യങ്ങൾ ഡോക്ടറെ കണ്ടു. അല്ല, അതിൽ പുള്ളി പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞാൻ കൊണ്ടുപോയില്ല, പക്ഷേ വേറെ ആളാണ് വാഹനത്തിൽ കൊണ്ടുപോയത്. ഞാൻ അതിന് പുറകെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു, എൻ്റെ വാഹനത്തിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുറകെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവരോട് കാര്യങ്ങൾ സംസാരിക്കും. ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കണം പറഞ്ഞു. എക്സ്റേ എടുത്ത് അവിടെ ഒരു എക്സ്റേ എടുക്കും, പുറത്ത് പോയി എക്സ്റേ എടുക്കും. അതിനുള്ള ചിലവെല്ലാം ഞാൻ വഹിച്ചത്. അവർക്കുള്ള മരുന്നും വാങ്ങിച്ചു കൊടുത്തു. എക്സ്റേ റിപ്പോർട്ട് 1/2 മണിക്കൂറിനുള്ളിൽ കിട്ടി. എക്സ്റേയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവർ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേയിലൊന്നും കാണുന്നില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഈ ബിനോയ് ബ്രദറിന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തതിന് പിന്നെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ അതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറയാം, ഇപ്പോൾ ആവശ്യമില്ല പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ തിരക്കുമായിട്ടനുബന്ധിച്ച് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു. പുള്ളി വിളിക്കുമ്പോൾ ചിലപ്പോൾ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞു പോയി. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര വേഗം പൈസ എനിക്ക് തരണം എന്നൊരു പറഞ്ഞു പോയി. അതിന് പെട്ടെന്ന് എനിക്ക് തിരിച്ച് ഇവിടെ ദുബൈയിൽ വരേണ്ട ആവശ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് കയറി വരികയും ചെയ്തു. വന്നു കഴിഞ്ഞ് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു ഇന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് ദിവസം തന്നെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പൈസ തന്നില്ലെങ്കിൽ വിഷയമാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഏകദേശം 5000 രൂപ പുള്ളിക്ക് അയച്ച് എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ അയച്ചു കൊടുക്കുക. അത് അവർക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതാണ് സംഭവിച്ചത്.